ചിത്രം പകർത്തിയത് പാമ്പൻ പാലത്തിൽ നിന്ന്. ഞാൻ ഡോക്ടർ മീനസ്. മാജിക്കൽ ഗ്ലിംസിലേക്ക് സ്വാഗതം. ഇത് ധനുഷ്കോടി യാത്രയാണ്. ധനുഷ്കോടി ദ്വീപിൻ്റെ ഒരു ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും മറുഭാഗത്ത് ചീറിയടിക്കുന്ന കടൽ തിരകളുള്ള ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. വെക്കേഷൻ്റെ അവസാന പാദമായതുകൊണ്ട് ധാരാളം സന്ദർശകരുണ്ടായിരുന്നു. മഴക്കാലം ആഗമനമായതുകൊണ്ട് തിരകൾക്ക് അസാമാന്യമായ ശക്തി ഉണ്ടായിരുന്നു. നല്ല കടൽക്കാറ്റുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ചൂടറിഞ്ഞില്ല. കടലിൻ്റെ ഭംഗി ആസ്വദിച്ച് വിജനമായ വീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഓർത്തത് 1964 ചുഴലി കൊടുങ്കാറ്റിൽ തകർന്നടിഞ്ഞ് പ്രേതനഗരമായി മാറും മുമ്പ് എന്തായിരിക്കും ധനുഷ്കോടിയുടെ തേജസ് എന്നതായിരുന്നു. ഇപ്പോൾ കാണുന്ന കാഴ്ചയിലെ പ്രധാന ഇനം ഈ കാണുന്ന ദീപസ്തംഭമാണ്. തകർന്നടിഞ്ഞ പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങളും റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങളും ഈ യാത്രയിൽ കാണാനാകും. ഇതിൻ്റെ ഹൈലൈറ്റ് ദൂരെയായി കാണുന്ന അശോകസ്തംഭമാണ്. ഇന്ത്യയുടെ അവസാന റോഡിൻ്റെ അവസാനം എന്ന് വിശേഷിപ്പിക്കുന്ന ഇടം. 18 കിലോമീറ്റർ മാത്രം അകലെയാണ് ശ്രീലങ്ക. തിരിച്ചു പോരുമ്പോൾ ഞാൻ ഓർത്തത് രാമസേതുവിനെ കുറിച്ചാണ്. കടലിൽ മുങ്ങിക്കിടക്കുന്ന ചുണ്ണാമ്പ് കല്ലുകളുടെ ശൃംഖല, രാമായണ കഥയുമായി ബന്ധപ്പെട്ടത്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾക്കായി മാജിക്കൽ ഗ്ലിംസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.